ഇന്ന് ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് കപ്പപ്പുഴുക്കും മീൻകറിയുമാണ്. മലയാളികൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ഒരു വിഭവമാണ് കപ്പപ്പുഴുക്കും മീൻകറിയും. വളരെ ടേസ്റ്റിയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ കപ്പയുടെ പുഴുക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ 1.5 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് എരിവ് അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി വേണ്ടത് ജീരകമാണ്. ഏകദേശം 1.5 ടീസ്പൂണോളം ജീരകമാണ്. ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളിയാണ്. അത് ഏകദേശം 2 തൊട്ട് 3 എണ്ണം വരെ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി ചതച്ചെടുക്കാവുന്നതാണ്. ഇവിടെ 1 കിലോയോളം കപ്പ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ക്യൂബ്സായിട്ട് അരിഞ്ഞു വച്ചിരിക്കുകയാണ്. ഇനി കപ്പ വേവിച്ചെടുക്കുവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും അതിലേക്ക് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കണം. കപ്പ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റീൽ പാത്രത്തിൽ വേണം കപ്പ ഉണ്ടാക്കുവാനായിട്ട്. പിന്നെ നമ്മൾ കപ്പയ്ക്കുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. പിന്നെ ധാരാളം വെള്ളത്തിൽ വേണം നമ്മൾ കപ്പ വേവിക്കുവാനായിട്ട്. എന്നിട്ടത് വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇതിന് ശേഷം നമുക്ക് വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഇത് ആവി കയറ്റേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ രുചികരമായിട്ടുള്ള മീൻകറിയാണിത്. കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. ഇവിടെ ഞാൻ 4 അയലയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ചെറുതായി മുറിച്ചിരിക്കുന്നു. ഒരു മിക്സർ ജാർ എടുത്ത ശേഷം നമ്മൾക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിൻ്റെ പകുതി ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി അതിൻ്റെ പകുതി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ചെറുള്ളി ഏകദേശം 1/4 കപ്പോളം ഇട്ട് കൊടുക്കാം. ബാക്കി 1/4 കപ്പ് നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂണോളം ഉലുവ ചേർക്കാം. ഉലുവ ചേർക്കുന്നതുകൊണ്ട് മീൻ നന്നായിട്ട് ഉടഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. നമ്മളുടെ എല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുടംപുളിയാണ്. 2 കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള കുടംപുളിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് നല്ല പുളിയുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി ഒരു ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നന്നായിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോളം ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. സ്വാദനുസരിച്ച് കറിവേപ്പില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന ആ മുളക് പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വളരെ നന്നായിട്ട് തന്നെ ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇളക്കി ഇളക്കി കുറച്ച് നേരം നന്നായിട്ട് ഇത് മൂപ്പിക്കണം. ഇപ്പോൾ നമ്മളുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടി ചേർത്തു. ഇനി കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും അതുപോലെ തന്നെ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്ന പുളി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കൂടുതലും കുറവൊക്കെ ചേർക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട ശേഷം നമുക്ക് ഇത് ഇളക്കാൻ പാടില്ല, ചുറ്റിച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ചട്ടി എടുത്ത് ചുറ്റിച്ച് കൊടുക്കുകയും ചെയ്യണം. നമ്മളുടെ മീൻ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ മലയാളികൾക്കൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മീൻ കറിയും കപ്പപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റ് എഴുതി അറിയിക്കുക കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.